ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകുന്നത്, ഇതെല്ലാം മാറി എന്ന് എനിക്ക് നല്ലൊരു സമയം വരും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഒരു സാഹചര്യം ഉണ്ട് എന്നല്ല, നിങ്ങളിൽ ചില ആളുകൾക്ക് ഇത്തരം സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സന്ദേശം എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദ്യമായി തന്നെ ഇവിടെ എനിക്ക് ലഭിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരു ടയേർഡ്നെസ്സിൻ്റെ അല്ലെങ്കിൽ മടുത്തു എന്നുള്ള ഒരു എനർജിയാണ്. അതായത് എല്ലാം ശരിയാണ് അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. എന്നാൽ നിങ്ങൾ അങ്ങനെ കാണിച്ച് ഇന്ന് നിങ്ങൾക്കത് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നിശബ്ദതയിൽ പൊട്ടി കരയുമ്പോഴും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പുഞ്ചിരിച്ച് നിങ്ങൾ മടുത്തു എന്നുള്ള ഒരു എനർജി ലഭിക്കുന്നുണ്ട്. ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ദിവസം വരും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് മടുത്തു. ഒരു മാറ്റവും കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നു. നിങ്ങൾ കരയുന്നുണ്ടാകാം. നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്ത ഒരു ഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ടാകാം. ആ ഭാരം ഇന്ന് നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുപോലെ ഈ ഒരു ടയേർഡ്നെസ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്, ചില വ്യക്തികൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് രാത്രി, ചില വ്യക്തികൾക്ക് ഉറക്കവും വരുന്നില്ല. എന്നാൽ എത്ര ഉറങ്ങിയിട്ടും മാറാത്ത ഒരു തളർച്ചയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അതായത് രാത്രി മുഴുവനും നിങ്ങൾ ഒരുപക്ഷെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടാകാം, എങ്കിൽ പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ ആകമാനം ഒരു ഹെവിനെസ് പോലെ അല്ലെങ്കിൽ ഒരു വെയിറ്റ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും തോന്നാത്ത രീതിയിലുള്ള ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ക്ഷീണം നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഉത്സാഹത്തോടെ വളരെയധികം ഇൻട്രസ്റ്റോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിന്ന് ചെയ്യാൻ വല്ലാത്തൊരു മടി അല്ലെങ്കിൽ ഒരു ടയേർഡ്നെസ് ആണ്. ഇത് ശരിക്കും ഒരു ശാരീരികമായിട്ടുള്ളൊരു തളർച്ച മാത്രമല്ല, ഇതൊരു സ്പിരിച്വൽ ഡ്രെയിനേജ് ആണ്. നിങ്ങളുടെ സോളിന് അനുഭവപ്പെടുന്ന ഒരു തളർച്ചയാണ്. അതാണ് നിങ്ങൾ എത്ര അധികം നിങ്ങളുടെ ഫിസിക്കൽ ബോഡി റെസ്റ്റ് എടുത്തതിന് ശേഷവും നിങ്ങൾക്ക് ഈ തളർച്ച അനുഭവപ്പെടുന്നു. അതായത് നിങ്ങളുടെ സോള് ടയേർഡാണ് എന്ന് മനസ്സിലാകുന്നു. നിങ്ങൾ ചുമക്കുന്ന ഈ ഒരു ഭാരം എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഒന്നായിരുന്നില്ല, അത് സ്പിരിച്വലി ബന്ധമുള്ളതാണ് എന്ന് മനസ്സിലാകാം. അതുപോലെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ വല്ലാതെ അങ്ങ് പരിശ്രമിക്കുന്നുണ്ട്, എങ്കിലും എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ തകർന്നതുപോലെ അല്ലെങ്കിൽ തളർന്നതുപോലെ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ജീവിതം എവിടെയോ സ്റ്റക്കായതുപോലെ, മുൻപോട്ട് പോകാത്തതുപോലെ അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുള്ളതുപോലെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ എനർജി കാണുന്നത് അവർ ഈ ഘട്ടം കടന്നു കഴിഞ്ഞു എന്നാണ്. അതായത് അവർ സക്സസ്ഫുൾ ആയി എന്നല്ല അതിൻ്റെ അർത്ഥം. അവർ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു, അവരതിനെ അക്സെപ്റ്റ് ചെയ്തു. ഭഗവാനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ പൂർണ്ണമായും സറണ്ടർ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി, ഇനി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ വഴിയുള്ളൂ എന്ന് മനസ്സിലായി പോകുന്ന ചില വ്യക്തികളുടെ എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഒരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നത് പോലും ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഹൃദയം വിങ്ങി പൊട്ടുന്നത് പോലെ തോന്നിയിട്ടില്ലേ? എന്നാൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾക്ക് പോലും അറിയില്ലായിരിക്കും എന്ത് ഭാരമാണ് നിങ്ങൾ മനസ്സിൽ ചുമക്കുന്നതെന്ന്, എന്താണ് നിങ്ങളെ ഇത്രയധികം വേദനിപ്പിക്കുന്നതെന്ന്. ചിലപ്പോൾ മനസ്സിലാകില്ല, മറ്റു ചിലപ്പോഴും ആരും മനസ്സിലാക്കാൻ ശ്രമിക്കില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടാകാം എവിടെയെങ്കിലും. ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടാകാം, അല്ലെങ്കിൽ ജീവിതം എവിടെയോ വെച്ച് സ്റ്റക്കായി പോയിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി എനിക്കിവിടെ കാണുന്നു. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവും അവ വരുന്നു പോകുന്നു സഹിക്കുക എന്ന്. അതുപോലെയാണ് നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ എന്താണോ വേദനിപ്പിക്കുന്നത്, അത് ഒരിക്കലും പെർമനൻ്റ് അല്ല, അത് താൽക്കാലികം മാത്രമാണ്. നിങ്ങളിതൊന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ വ്യക്തികൾ ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ടോ? അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടില്ലേ?
അവരിപ്പോൾ നിങ്ങളുടെ കൂടെയില്ല അല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് വെറും ഓർമ്മകൾ മാത്രമായി മാറിയില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതുപോലെ ഒരു വർഷം മുൻപ് നിങ്ങളെ അലട്ടിയ പല പ്രശ്നങ്ങളും ഇന്ന് അതേ ഇൻറ്റൻസിറ്റിയിലല്ലല്ലോ നിങ്ങളെ വേദനിപ്പിക്കുന്നത്. ആ ഒരു വിഷമത്തിൻ്റെ കാഠിന്യം ഒരുപാട് കുറഞ്ഞില്ലേ? അതാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്, നമ്മുടെ ഓരോ ഇമോഷൻസും താൽക്കാലികമാണ് എന്നുള്ളത്. പ്രശ്നങ്ങൾ കൊടുങ്കാറ്റ് പോലെ വന്നാലും അത് എപ്പോഴും അതേ കൊടുങ്കാറ്റായിരിക്കില്ല, അത് ശാന്തമാകും. പക്ഷേ അവിടെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ തളരണോ അതോ ഞാൻ വളരണമോ, വീണ്ടും എഴുന്നേൽക്കണമോ എന്നുള്ളത്. നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ എന്നായിരിക്കും അല്ലേ? അത് ശരിയുമാണ്. കാരണം ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഇട്ടാൽ വരുന്ന ഒന്നല്ല. ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ശേഷം കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ, ഇനി അവരെ അങ്ങോട്ട് വിളിക്കേണ്ട അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം അത് ചെയ്യണ്ട എന്ന് പറയുമ്പോഴും നിങ്ങളത് ചെയ്യുമ്പോൾ, അതാണ് അല്ലെങ്കിൽ അവിടെയാണ് സഹനശക്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹിക്കുന്നത് എന്ന് ഓർക്കുക. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ശക്തനാകാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം യുദ്ധഭൂമിയിൽ അർജുനനെ ഒറ്റയ്ക്കാക്കി പോയില്ല. വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം കൂടെ നിന്നു, അർജുനൻ്റെ കൂടെ നടന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് അദ്ദേഹം, ഭഗവാൻ, യൂണിവേഴ്സ്, ഹയർ പവർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിൽ, നിങ്ങളുടെ നിശബ്ദതയിൽ, നിങ്ങളുടെ ഏകാന്തതയിൽ എല്ലാം അദ്ദേഹം നിങ്ങളുടെ കൂടെയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ജീവിതം ഇരുട്ടായി തോന്നുന്നുണ്ടാകാം. എന്നാൽ ആ ഇരുട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ യൂണിവേഴ്സ് കാണുന്നുണ്ട്, നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. നിങ്ങൾ തളരുമ്പോൾ, ഇനി ഒന്നിനും വയ്യ എന്ന് ചിന്തിക്കുമ്പോൾ, എല്ലാം മതിയാക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഈ വരികൾ നിങ്ങൾ ഓർക്കുക. ഈ സമയവും കടന്നു പോകും. സുഖവും ദുഃഖവും അത് വരുകയും പോവുകയും ചെയ്യും, പോവുകയും വരികയും ചെയ്യും. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ തലയിൽ വെച്ച് ടെൻഷൻ അടിച്ച് ഈ നല്ല സമയങ്ങൾ കളയാതെ നന്നായി ശ്വസിച്ചുകൊണ്ട് നന്നായി നടക്കുക. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക. ഓരോ ദിവസവും ഓരോ ചെറിയ സ്റ്റെപ്പായാലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾ വയ്ക്കുക. അത് ഒരു വർഷമാകുമ്പോഴോ നിങ്ങളെ എങ്ങനെ പോയാലും മുന്നിലേക്ക് തന്നെയാണ് അതെത്തിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ പെർഫെക്റ്റ് ആകണമെന്നല്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദുഃഖങ്ങൾ, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സഹിക്കാൻ പറ്റാത്ത വേനൽക്കാലം വന്നാലും അത് കഴിഞ്ഞാൽ മഴ വരും, അല്ലെങ്കിൽ നമുക്ക് തണുപ്പ് ലഭിക്കും അല്ലേ? ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളുടെ ചെവികൾ കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയം കൊണ്ട് വേണം നിങ്ങൾ കേൾക്കാൻ. യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നുണ്ട്, ദൈവം നിങ്ങളെ കേൾക്കുന്നുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ വേദനയും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. ചില സമയം ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്, അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, ഞാൻ കരയുന്നു, മാറ്റങ്ങൾ കാണുന്നില്ല എന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്ന്. നിങ്ങൾ പലപ്പോഴും വിശ്വസിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ നിന്നും വഴുതി പോകുന്നല്ലോ എന്ന്. നിങ്ങൾ ഈ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാടങ്ങ് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ അരികിൽ തന്നെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡിവൈൻ പവർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. നിങ്ങളിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും തരുമ്പോഴാണ് നിങ്ങൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്നത്.
നിങ്ങളിൽ പല രീതിയിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ വന്ന് നിങ്ങളുടെ വൈബ്രേഷന് ഒന്നും കൂടി മുകളിലോട്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ തളർത്തുകയല്ല വേണ്ടത്, നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഞാൻ ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് വളരെയധികം പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് എന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് പ്രതിസന്ധികൾ തരുന്നത്. അങ്ങനെ പ്രതിസന്ധികൾ തന്നാൽ മാത്രമല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ, നമ്മൾ ഹീലിംഗ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ഹീലിംഗ് നടക്കുമ്പോൾ നമ്മൾ അൺകണ്ടീഷണലായിട്ട് എല്ലാത്തിനെയും സ്നേഹിക്കാൻ തുടങ്ങും. എല്ലാ കാര്യങ്ങളെയും നമ്മൾ കാണുന്ന രീതി മാറും. അതുപോലെ മറ്റൊരു കാര്യം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളിൽ അടുത്തിടെയായി കുറച്ച് കൂടുതലായി നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങളിൽ അട്രാക്റ്റ് ആവുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഫൈറ്റ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഉള്ളിൽ, അത് റിലീസ് ചെയ്യുക. അത് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടായ ആ നെഗറ്റിവിറ്റി എല്ലാം തന്നെ ഡിസോൾവ് ആയി പോകുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് എപ്പോഴും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നതെന്നറിയാമോ? നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി കൊണ്ട് നിറയും. നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളതും പോസിറ്റീവായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ, ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എല്ലാം തന്നെ പോസിറ്റീവാവും. ചെറിയൊരു കാര്യമോ അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നമോ വന്നതുകൊണ്ട് നമ്മൾ വല്ലാതെ അങ്ങ് ടെൻഷൻ അടിക്കും. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മനസ്സിലാകുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് നിറയും. അത് നിങ്ങളുടെ ചുറ്റും നന്നായിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അത് കാരണം നിങ്ങളുടെ ലൈഫ് ആകമാനം ചേഞ്ച് ആകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു എനർജി ഇവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെയാണ്. അതായത് ചില ആൾക്കാർക്ക് പുതിയ തുടക്കം കാണുന്നു. ആ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനായിട്ട് നിങ്ങൾ പല വ്യക്തികളുടെ ഉപദേശങ്ങൾ തേടുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കത് ലഭിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തികളായിരിക്കാം. നിങ്ങളൊരു ഗൈഡൻസ് തേടുന്നതായിട്ട് കാണുന്നു. അതുപോലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ ജോലിക്ക് വേണ്ടി ചില യാത്രകൾ നടത്തുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ പല വ്യക്തികൾക്കും ഒരു ജോലി കൂടിയേ തീരൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് ഒരു ജോലി ലഭിക്കുന്നതായിട്ട്. പക്ഷെ നിങ്ങൾ ശ്രമിക്കണം, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഒരുപാട് വിഷമങ്ങൾ, നെഗറ്റിവിറ്റി ഒക്കെ നിറഞ്ഞ ഒരു ഘട്ടത്തിൽ കൂടി കടന്നുപോയ ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ്, അവരുടെ എനർജി വീണ്ടും കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം. എന്നാൽ അതിൽ നിന്നും നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ചില വ്യക്തികളുടെ എനർജിയും കാണുന്നുണ്ട്. എങ്ങനെയും വിജയിക്കണമെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. അതിൽ പുറത്ത് വരണം, നല്ലത്. അവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളിൽ എല്ലാവരിലും തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം ഒരുപാടുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ വിജയവും, അത് തന്നെയാണ് നിങ്ങളെ ഇന്ന് വഴി നടത്തുന്നതും. ചില തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ചിന്തകൾക്കുള്ള മറുപടിയും ഞാൻ മുൻപ് പറഞ്ഞു. പല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ചില വ്യക്തികളെയും കാണുന്നുണ്ട്. ചിലരിൽ റിലേഷൻഷിപ്പായി ബന്ധപ്പെട്ട് ആണ് കാണുന്നത്. എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച മറുപടി ലഭിക്കാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും താമസിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ഭയമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അവരുടെ പിറകെ പോകാതെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്കുള്ള ഉത്തരമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഫൈറ്റിനെ നിങ്ങൾ അതിനെ നിർത്തുക. അതിനുവേണ്ടി നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ അൺകണ്ടീഷണൽ ലവ് കൊണ്ടുവരണം. ആ സമയത്ത് നിങ്ങൾക്കുള്ള മറുപടി ലഭിക്കും. ആ ഒരു മറുപടി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഉയർച്ചയിലൊക്കെ അസൂയ തോന്നിയ ചില വ്യക്തികൾ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് പോലുള്ള ഒരു എനർജി കാണുന്നുണ്ട്.
നിങ്ങൾ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും അതെല്ലാം തരണം ചെയ്തതിൽ അവർക്ക് അത്ഭുതമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി അവർക്ക് കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. നിങ്ങൾ സന്തോഷിക്കരുത് എന്ന് ചിന്തിച്ച ചില വ്യക്തികളുടെ, അല്ലെങ്കിൽ നിങ്ങൾ ഉയരരുത് എന്ന് ചിന്തിച്ച ചില വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കിയതും. ഒരുപക്ഷെ അത് തന്നെയാണ് പല തടസ്സങ്ങളും നിങ്ങളിൽ വന്നതും. നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം തന്നെ പോകും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികളുണ്ട്, അവർക്കും ഉള്ള മറുപടി ഇത് തന്നെയാണ്. ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് മാനസിക സംഘർഷം ഒക്കെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. നിങ്ങൾ നല്ലൊരു റുട്ടീൻ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് വരും. നിങ്ങൾ നിങ്ങളിൽ തന്നെ നോക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരും. നിങ്ങൾ വലിയ വലിയ സ്റ്റെപ്സ് വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒരു ദിവസം വെച്ചാൽ പോലും നിങ്ങൾ മുന്നിലോട്ട് എത്തുമെന്നുള്ളതാണ്. നിങ്ങളിൽ ഒരുപാട് മാറ്റം വരും. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ആ പരിശ്രമങ്ങളൊക്കെയും വളരെ വിജയകരമാകും എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന, അതുപോലെ നിങ്ങളുടെ കൂടെ എന്തിനും നിൽക്കുന്ന, നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും വരുന്നതായി കാണാം. അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കരുത് എന്ന് ആരാണോ ആഗ്രഹിക്കുന്നത് അവരുടെ മുൻപിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ കൂടിച്ചേരൽ കാണുന്നു. അതായത് ചിലർക്ക് നിങ്ങൾ വളരെ നാളായി കാത്തിരുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരലായിരിക്കാം ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഉള്ളിലാണ് നെഗറ്റിവിറ്റി എങ്കിൽ, നിങ്ങളുടെ ഉള്ളിലാണ് ഫൈറ്റ് നടക്കുന്നതെങ്കിൽ, നിങ്ങൾ എങ്ങനെയും ഹീലാക്കാൻ ശ്രമിക്കുക. അത് ഹീലാക്കാൻ വേണ്ടി ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സ്നേഹിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ തന്നെ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഇതൊന്നും തന്നെ സ്വിച്ച് ഇട്ടാൽ നടക്കുന്ന ഒന്നല്ല. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുമുള്ളൂ. നമ്മൾ ഒരു പരീക്ഷ എഴുതി അതിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് എഴുതിക്കൊണ്ടിരിക്കുന്നു, അപ്പോഴും നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, നമ്മൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിൽ ഒരു തെറ്റുണ്ട് എന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പരീക്ഷകളും ഓരോ തടസ്സങ്ങളും നമ്മൾ നോക്കുക, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്ന്. എൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനെ ഞാൻ തിരുത്തി അവിടെ നെഗറ്റിവിറ്റിയെ അവിടെ പോസിറ്റീവ് ആക്കുമ്പോൾ എൻ്റെ ചുറ്റും സ്വാഭാവികമായിട്ടും പോസിറ്റീവായിട്ടുള്ള വ്യക്തികളും പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം വരും. നമ്മളെപ്പോഴും കർമ്മം എന്ന് പറയുന്നത് എന്താണ്, ഒരാൾ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്കത് കിട്ടുമെന്നാണ് പറയുന്നത് അല്ലേ, തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല കർമ്മം എന്ന് പറയുന്നത്. ഒരു കർമ്മത്തിന് നമ്മുടെ ഇൻറ്റൻഷൻ പോലും, നമ്മുടെ ഉദ്ദേശം പോലും, മറ്റൊരാളിനെ ചൊല്ലി നമ്മുടെ ഉദ്ദേശം പോലും മോശമാണെങ്കിൽ അതും ഒരു കർമ്മയാണ്. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.